ഈ സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളല്ല ആങ്കർ. ഞങ്ങളെ ഏതെല്ലാം നിലയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ, ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെടുത്താൻ കഴിയുമോ, ഇവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലാണ് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കി. ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ തന്നെ പറഞ്ഞൊരു കാര്യം, മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ ചില നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ചു ചോദിച്ചിട്ട് വേണം അവിടെ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് വേണ്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ. ഇപ്പോൾ 4 or 5 രോഗികളുണ്ട് എങ്കിൽ അവർ ഈ കോസ്റ്റ് ഷെയർ ചെയ്ത് അവർ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിക്കുകയാണ്. ഇല്ലെങ്കിൽ ശസ്ത്രക്രിയ നടക്കില്ല. നോക്കൂ, നമ്മുടെ പാവപ്പെട്ട മനുഷ്യരുടെ ശസ്ത്രക്രിയ അങ്ങനെ നടക്കേണ്ടതാണോ എന്ന് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന മറ്റൊരു വാർത്ത, ഈ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള റീയൂസബിൾ അല്ലാത്ത ഡിസ്പോസിബിൾ ഉപകരണങ്ങൾ, അവ വീണ്ടും വീണ്ടും അണുവിമുക്തമാക്കിയതിനു ശേഷമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. 8 or 9 തവണ ഒരു ഉപകരണം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം, ഡിസ്പോസിബിൾ ആയ ഉപകരണം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവുന്നു. നമ്മളിതിനെ മഹത്തായ ആരോഗ്യ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിച്ചു പോവാതെ എങ്ങനെയാണ് സാധാരണ ജനത്തിന് നീതി കൊടുക്കാൻ പറ്റുക എന്ന മൗലികമായ ചോദ്യം, അവരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ലേ എന്ന ചോദ്യം ഇല്ലാതെ അഭിസംബോധന ചെയ്യണ്ടേ സർക്കാർ? അല്ല, ഇവിടെ ഈ കാര്യം പറയുമ്പോൾ രണ്ടാളുകളും പറഞ്ഞ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ആദ്യം പറയാനുള്ള അവസരം നൽകണം. ഒന്ന്, BJPയുടെ പ്രതിനിധി പറഞ്ഞു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മുന്നോട്ടാണോ പിന്നോട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു സംശയവും വേണ്ട, മുന്നോട്ട് തന്നെയാണ്. അത് അടിസ്ഥാനപരമായി അതിനെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു, കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കേന്ദ്ര സർക്കാർ ഞങ്ങളോട് രാഷ്ട്രീയമായി ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് ആർക്കായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹം എന്തെല്ലാമോ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംഗതി ഇവിടെ നടത്തിയിട്ടുണ്ട്, വലിയ വിശദീകരണം നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ കാലത്ത് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രത്യുൽപാദനപരമല്ല, നഷ്ടക്കച്ചവടമാണ് എന്ന് പറഞ്ഞ് ലേലത്തിന് വെച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്തോ? മലാപ്പറമ്പിലും നടക്കാവ് സ്കൂളുകളിലും ആ സ്കൂളുകളെ നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞ് ലേലത്തിന് വെച്ചിരുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ PA ആയി ചുമതലയേറ്റിട്ടുള്ള, അതുപോലെ തന്നെ അന്നത്തെ MLA ആയിട്ടുള്ള ശ്രീ A. പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചത് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സുഹൃത്ത് മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാതൃമരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ശിശു മരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നവജാത ശിശുക്കളുടെ മരണ നിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? സൗജന്യ ചികിത്സാ പദ്ധതി UDF കാലത്ത് ഒരു വർഷം വെറും 30,000 രൂപ കൊടുത്തിരുന്ന കാലത്ത് കുഞ്ഞുങ്ങളും അമ്മമാരും ഒന്നും മരിക്കില്ലല്ലോ. LDF സർക്കാർ, അതാണ് അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്രം പദ്ധതിയിലൂടെ ഇവർ തകർത്തെറിഞ്ഞിട്ട് പോയ ആരോഗ്യ മേഖലയിലെ ആ ആരോഗ്യ മേഖലാ സംവിധാനത്തെ കൃത്യമായി പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സൗജന്യ ചികിത്സാ പദ്ധതി UDFൻ്റെ കാലത്ത് വെറും 30,000 രൂപ കൊടുത്തിരുന്നത് LDFൻ്റെ കാലത്ത് 5 ലക്ഷം രൂപയാണ്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ കൊടുത്തിരിക്കുന്ന രൂപ കഴിഞ്ഞ വർഷം 1499 കോടി രൂപയാണ്. നിങ്ങളുടെ കാലത്ത് വെറും 114 കോടി രൂപയാണ്. സൗജന്യ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ നിങ്ങളുടെ കാലത്ത് 28 ലക്ഷമാണ്, ഇന്ന് 42.5 ലക്ഷമാണ്. കരൾ മാറ്റിവെക്കൽ നിങ്ങളുടെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല, ഇന്ന് 10 എണ്ണം നടക്കുകയാണ്. ജില്ലാ കാത്ത് നിങ്ങളുടെ കാലത്ത് ഒന്നുമില്ല, LDFൻ്റെ കാലത്ത് 12 എണ്ണം. ഡയാലിസിസ് നിങ്ങളുടെ കാലത്ത് വെറും 8 എണ്ണം. ഇന്നിപ്പോൾ ഈ LDFൻ്റെ ആശുപത്രി 107 ആശുപത്രികൾ സൗജന്യ ഡയാലിസിസ് കൊടുക്കുകയാണ്. 2025 ഈ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യാഥാർത്ഥ്യമാവുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 0, ഞങ്ങളുടെ കാലത്ത് 885. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 0, ഞങ്ങളുടെ കാലത്ത് 5416. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ കാലത്ത് 160, ഞങ്ങളുടെ കാലത്ത് 380. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയ, ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള രോഗികൾക്ക് അവരുടെ വീട്ടിലേക്ക് എത്തി
മരുന്ന് കൊടുക്കുന്ന സംവിധാനം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വളരെ കൃത്യതയോടെ നടപ്പിലാക്കുന്നു. സൗജന്യ ഡയാലിസിസ് നമുക്കറിയാം. വൃക്ക രോഗികളായിട്ടുള്ള പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. നിങ്ങളുടെ കാലത്താണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ മേഖലയിൽ ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, തീവട്ടിക്കൊള്ളയായിരുന്നു. HMC നിയമനത്തിന് ഒരു HDC അംഗമായി പ്രവർത്തിച്ച ഒരാൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ. HMC അകത്തടക്കം വ്യാപകമായ കക്കൂലി വാങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയതാണ്. ഇന്ന് അത്തരത്തിൽ ഒരു ന്യൂനതയും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫയലിൽ വന്നിട്ടുള്ള ചെറിയ കാലതാമസത്തെ പർവ്വതീകരിച്ച് കാണിച്ച് ഇവിടെ ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് ഇടതുപക്ഷ ഒരു സർജറി ഒരു ഫയൽ നീങ്ങാത്തതുകൊണ്ട് മുടങ്ങിപ്പോയി എന്നുള്ളതല്ല, അതാണ് നടപ്പ് രീതി. ഈ ഡോക്ടർ ഹാരിസ് എന്ന ആ മേധാവി ഉണ്ടല്ലോ, വകുപ്പ് മേധാവി, അദ്ദേഹം പറയുന്നത് ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ 7 മാസം മുമ്പ് ഈ കാര്യത്തിൽ പരാതി ബോധിപ്പിച്ചതാണ്. അതായത് രോഗികൾ അത്യാസന്ന നിലയിലായാൽ പോലും അവർക്ക് ശസ്ത്രക്രിയ നടത്തി കൊടുക്കാൻ കഴിയുന്നില്ല. ഈ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ഒരു വഴിയും ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന് വളരെ ഹൃദയവേദന തോന്നിയ ഒരു ചെറിയ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ ഒരു സർജറി വീണ്ടും ലേറ്റ് ആവുന്നു, ആ കുട്ടിക്ക് വീണ്ടും വേദന തിന്നേണ്ടി വരുന്നു എന്ന സാഹചര്യം കണ്ടപ്പോൾ ആ അമർഷം അങ്ങ് പൊട്ടിപ്പോയതാണ്. ഇതൊരു നടപ്പ് രീതിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഡോക്ടർ ഹാരിസ് മാത്രമല്ല സാക്ഷ്യം പറയുന്നത്, എത്രയോ ഡോക്ടർമാർ, ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ഡോക്ടർമാർ അതിന് സാക്ഷ്യം പറയുന്നു. ആ വിഷയം അഡ്രസ് ചെയ്യാതെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള നിലയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് എന്താണ് കാര്യം? അല്ല, ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ആകെ അടച്ചാക്ഷേപിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അനുവർത്തിക്കുന്നതെന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഡോക്ടർ ഹാരിസിനെതിരായി എന്തെങ്കിലും ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞ വസ്തുതകളെ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായി ആ വന്ന പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. ഇവിടുത്തെ ഇൻട്രോയിൽ തന്നെ ഇന്നലെ വന്ന ന്യൂനത ഇന്ന് പരിഹരിച്ചിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ശസ്ത്രക്രിയ സംബന്ധിച്ച് പറഞ്ഞു, ശസ്ത്രക്രിയയ്ക്ക് പോകുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇതിനകത്ത് ഒരു മെറിറ്റും അവകാശപ്പെടാനില്ല. കാരണം എന്താ അറിയാമോ? ആ കാലയളവിൽ സർക്കാർ ആശുപത്രികൾക്കകത്ത് ഒരു ശസ്ത്രക്രിയ നടക്കില്ലായിരുന്നു. ഇനി നടന്നാൽ തന്നെ രോഗികളുടെ ജീവന് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലായിരുന്നു. മാത്രവുമല്ല, ഒരാൾ പോലും തൻ്റെ രോഗം ആയി സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലാൻ മടി കാണിച്ചിരുന്ന ഒരു സാഹചര്യം അന്നത്തെ കാലയളവിൽ സർക്കാർ ആശുപത്രികൾക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ആ വിവരം നമ്മൾ എന്തിനു മറച്ചു? മുൻപത്തെ കാലം ഇപ്പോഴത്തെ കാലം എന്നുള്ളതേ അല്ല. നോക്കൂ സുരേഷ് കുമാർ, ഇപ്പോൾ കേന്ദ്ര ബജറ്റ് ഒക്കെ വരുമ്പോൾ GDP-യുടെ ഇത്ര ശതമാനം മതിയോ ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തൽ എന്ന് ഇടതുപക്ഷത്തിന്റെ MP-മാർ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച അലോക്കേഷൻ തന്നെ എത്ര വെട്ടിക്കുറച്ചു എന്നുള്ളതിന്റെ കണക്ക് ഇന്നിപ്പോൾ താങ്കൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ മാത്രം 146 കോടിയുടെ വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ബജറ്റ് വിഹിതം 73 കോടിയിൽ നിന്ന് 36.5 കോടി രൂപയാക്കി. മലബാർ ക്യാൻസർ സെന്ററിന്റേത് 26 കോടിയിൽ നിന്ന് 14 കോടിയായും കൊച്ചിൻ ക്യാൻസർ സെന്ററിന്റേത് 14.5 കോടിയിൽ നിന്ന് 9.3 കോടിയായും വെട്ടിച്ചുരുക്കി. എന്ന് പറഞ്ഞാൽ നൽകാമെന്ന് പറഞ്ഞ തുക, ബഡ്ജറ്റിൽ നീക്കി വെച്ചിരുന്ന തുക, ആ പദ്ധതി തന്നെ കട്ട് ചെയ്ത് കുറച്ചു എന്നതിന്റെ വാർത്തയാണ് പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമസഭാ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇതിപ്പോ ഒന്നും രണ്ടുമല്ല, ഈ ഹെൽത്തിലും കടുംവെട്ട്. ഇന്നത്തെ പത്രത്തിൽ വന്ന വേറൊരു വാർത്തയാണ്, ആരോഗ്യ മേഖലയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ ഹെൽത്ത് പദ്ധതിയിലും കത്തിവയ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന്. നോക്കൂ, നിങ്ങളുടെ സർക്കാരിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം അവിടെ സംഗതമാവുകയാണ് ഈ കണക്കുകൾ വെച്ച് തന്നെ. അല്ല, ഒറ്റ കാര്യം, ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിനിധി കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, ഞാൻ BJP പ്രതിനിധിയോട് യോജിക്കുകയാണ്. നിങ്ങളുടെ യോജിപ്പ് സമസ്ത മേഖലയിലും ഉള്ളതാണ്. അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ നമ്മൾ വെച്ചിരുന്ന തുക എന്ന് പറയുന്നത് 9,994 കോടി രൂപ, 103% അതിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ആവശ്യപ്പെട്ടത് 10,432 കോടി രൂപ. 3 മാസത്തിനുള്ളിൽ തന്നെ 2,504 കോടി രൂപ കൈമാറി കഴിഞ്ഞു. ഇത് ഘട്ടം ഘട്ടമായി ഗഡുക്കളായിട്ടാണ് ഈ തുക നൽകുന്നത്. ഈ സർക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളല്ല ആങ്കർ. ഞങ്ങളെ ഏതെല്ലാം നിലയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ, ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെടുത്താൻ കഴിയുമോ, ഇവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല,
നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലാണ് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടെ ശരി, മനസ്സിലാക്കി. ഞങ്ങള് ക്ഷേമത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ എന്നാണ് അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്.